നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി കുഞ്ഞുണ്ണി മാഷ്ടെ ചരമ ദിനമാണ്. അതുപോലെ ഷീല മാഡത്തിൻ്റെ 81ാമത് ജന്മദിനമാണ്. സിനിമ നടൻ രാജേന്ദ്രൻ സിനിമ നടനാണ്, സീരിയൽ നടനാണ്, ആക്ടറല്ലാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങാം. അദ്ദേഹം മുകേഷിൻ്റെ അടിയൻ കൂടിയാണ്. ഈ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള 3 വസ്തുക്കളാണ്. അതിലൊന്ന് ആയുധങ്ങളാണ്, മറ്റൊന്ന് ലഹരിയാണ്, മൂന്നാമത്താണ് ഇപ്പോൾ അവയവം. ഇത് 3ഉം അമേരിക്ക കേന്ദ്രമായിട്ട് നടക്കുകയാണ് അധികം. ഇത് കൊളംബിയ പോലെയുള്ള സ്ഥലങ്ങൾ. അതിനാരും ക്രിസ്ത്യൻ നാർക്കോട്ടിക് എന്നാരും പറയാറില്ല. ഇവിടെ ഫാദറൊക്കെ പറഞ്ഞില്ലേ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ. അതൊക്കെ അവർ അറിവില്ലായ്മയും മണ്ടത്തിലാണ്. അപ്പോൾ ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 2ാം സ്ഥാനം നമ്മുടെ കൊച്ചി ഇടുക്കിക്കുണ്ട്. ഇടുക്കിയത്ര മോശം സ്ഥലമൊന്നുമല്ല കേട്ടോ. 2ാം സ്ഥാനമാണ് കഞ്ചാവ് ഉൽപ്പാദനത്തിന് ലോകത്ത്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് അവർക്ക് ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്ധനം കത്തിച്ചുള്ള എനർജി ചൂടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മഴക്കാലത്ത് 2 വീലറൊക്കെ ഓടിച്ച് ഒരു തമിഴൻ വണ്ടിയുടെ പുറകെ പോരാണെങ്കിൽ തമിഴ് വണ്ടി ഓടിച്ച് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തമിഴൻ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈലൻസിൽ നിന്ന് തന്നെ ആ ചൂട് നമുക്ക് എന്ത് ആശ്വാസം കിട്ടും. അതൊരു ചെറിയ മഴ, അതേസമയത്ത് 3-4 ഇഞ്ചും അടിയൊക്കെ കട്ടിയിൽ മഞ്ഞ് പൊഴിഞ്ഞ് കുന്നുകൂടുന്ന സ്ഥലങ്ങളാണ് യൂറോപ്യൻസ്. അവിടെ തണുപ്പിന് പരിഹാരം ഈ ലഹരിയും വേണം, ഹീറ്റ് ചൂടും വേണം. ഇത് 2ഉം ആവശ്യമാണ്. ഇത് 2ഉം ഉള്ളത് ഒന്ന് അഫ്ഗാനിസ്ഥാനാണ്, ബാക്കിയുള്ളത് ഗൾഫിലാണ് അധികം. അതാണ് ഗൾഫ് അമേരിക്ക ആശ്രയിക്കേണ്ടി വരുന്നു, ഗൾഫിനെ അമേരിക്ക ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ ഭരണം കയറിയപ്പോൾ ഇവർക്ക് സ്ഥാനം കിട്ടാവുന്നു. അപ്പോൾ അവിടെ അവർ അധികാരത്തിൽ മാറ്റി അമേരിക്കയുടെ പാവ ഗവൺമെൻറ് കൊടുന്നു. ഈ ഇടുക്കിയിൽ നിന്ന് പണ്ടൊക്കെ കഞ്ചാവ് കടത്തി, ഇപ്പം നമ്മൾ കുരുമുളക് കപ്പിൽ കടത്തുന്നത് പണ്ട് കുരുമുളകുണ്ട്, ഇപ്പോൾ എസെൻസാണ്. 1 ടൺ കുരുമുളക് സ്ഥാനത്ത് 1-2 കിൻഡലോ അല്ലെങ്കിൽ 1 കിലോ ഉള്ളൂ. അപ്പോൾ എളുപ്പമുണ്ട്. അത് എസെൻസ് ആകുമ്പോൾ യാത്ര കൊണ്ടു നടക്കാൻ എളുപ്പമുണ്ട്. ആ എസെൻസ് കുരുമുളകിൻ്റെ. അപ്പോൾ ഈ കഞ്ചാവിന് എസെൻസാണ്, ഓയിൽ. അതാണ് ഹെറോയിൻ എന്നൊക്കെ പറഞ്ഞു. പണ്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്നത് ഇത് അല്പം വാറ്റിയെടുത്തിട്ട് അത് പ്ലാസ്റ്റിക് ക്യാപ്സ്യൂൾ പട്ടിക്ക് കൊണ്ട് വിഴുകിച്ച് അത് പട്ടി മാറ്റി കൊണ്ടുപോയി അവിടെ ചെന്ന് അപ്പിയിടുമ്പോൾ എടുക്കും. അതൊക്കെ എത്ര എളുപ്പമുണ്ട്, എത്ര കൊണ്ടുപോകാൻ പറ്റും. ഇത് ലാർജ് സ്കെയിലാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഉപാധി വേണം, മീഡിയ വേണം. ആ മീഡിയ ഇപ്പോൾ ഏറ്റവും വലുത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ആൾദൈവങ്ങളാണ്. കാരണം പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയൊക്കെ മുൻപിൽ വന്ന് മുട്ടുകുത്തി അവരൊക്കെ വന്ന് ഈ ആൾദൈവങ്ങളുടെ ഞാൻ ഇന്ന ആൾദൈവം വന്നില്ല കേട്ടോ. മാതാപിതാക്കളുമായിട്ട് ഞാനിപ്പോൾ അത് ഒരു ബന്ധമില്ല. കാരണം അവരെ കുറിച്ച് ഇപ്പോൾ ഒരുപടി ആരോപണം പല പ്രാവശ്യം ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ആൾദൈവങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുമ്പോൾ പിന്നെ എന്ത് പോലീസ്, എന്ത് പട്ടാളം. ഇവർക്കെല്ലാം ഗ്രീൻ ചാനൽ വഴി വിമാനത്തിൽ പോകാം. 2 ഗേറ്റ്, 1 ഗേറ്റ് ഗ്രീൻ ചാനൽ, അവിടെ ചെക്കിങ് ഇല്ല. സ്വർണ്ണം കൊണ്ടയാണ് കണ്ടുപിടിക്കുന്നത്. സ്വർണ്ണം ആർക്ക് വേണം? ഇപ്പോഴും ഏറ്റവും കൂടി വില 1 കിലോ സ്വർണ്ണം 1 കോടി വരുന്നില്ല. പണ്ടൊക്കെ 50 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ 200 1 കിലോ ഹെറോയിൻ $100 100 കോടി രൂപയാണ്. അന്ന് 200 ഇരട്ടിയായിരുന്നു. സ്വർണ്ണത്തെ അപേക്ഷിച്ച് 200 ഇരട്ടിയായിരുന്നതിൻ്റെ വില. ഇന്നിപ്പോൾ അത് 100 ഇരട്ടിയായി, കാരണം സ്വർണ്ണത്തിന് വില കൂടിയില്ല. അപ്പോൾ ഇപ്പോൾ ഹെറോയിൻ അങ്ങനെ കടു അതുകൊണ്ട് ഈ 10, 40, 50 പാക്കറ്റ് 2-3 പാക്കറ്റ് കൊണ്ടുപോയി ഒരെണ്ണത്തിൽ 10-50 കിലോ കൊണ്ടുപോയി എത്ര രൂപ വന്നു? 50 കിലോ ഉണ്ടെങ്കിൽ × 100 500 5000 കോടി രൂപയാണ്. വെറും കേവലം 50 കിലോ ഉള്ള ഹെറോയിൻ പോലുള്ള സാധനത്തിന് ലോക മാർക്കറ്റിൽ × 100 50, 500, 5000 കോടി രൂപയാണ് ഒറ്റ ട്രിപ്പിൽ. എന്നിട്ട് അവർക്ക് കൊണ്ടുവന്ന് ആ പണം കൊണ്ടിട്ട് അതിന് 2-3 കൊടുത്ത് പാവപ്പെട്ടവർക്ക് ഈ കുറുക്കം തൂറാത്ത സ്ഥലത്ത് ഈ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ പുണ്യവാളുമായിട്ട് ആൾദൈവങ്ങൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ വൻ തട്ടിപ്പ്, വൻ റാക്കറ്റാണ്.
അതിന് സായിപ്പന്മാരും പറയും ബുദ്ധിയോ, അല്ലാതെ അക്ഷാഭ്യാസം ഇല്ലാത്ത ഈ ആൾദൈവങ്ങൾക്കൊക്കെ ഇത്രയും ലോകവ്യാപകമായിട്ട് സംവിധാനത്തെ ഇവിടെ കിട്ടുക ആര് കൊടുക്കുന്നു? അതൊക്കെ ഒരു മനുഷ്യ സൃഷ്ടിയാണ്, പ്രത്യേക യൂറിയം വെച്ച സൃഷ്ടിയാണ്. ആ ഒരുപടി തട്ടിപ്പ് വഞ്ചന ചതി നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ആൾദൈവങ്ങൾ നടക്കുന്നത്. ഏത് ദൈവമാണെങ്കിലും ഏത് ദൈവമാണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഞാൻ ആ വിഷയം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരാണ്. എൻ്റെ ഇപ്പോഴത്തെ ചിന്ത കൂടി നമുക്ക് കേരള രാഷ്ട്രീയമാണ്. മഞ്ചേശ്വരത്ത് STPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കാലത്ത് ആ സ്ഥാനാർത്ഥി ഇറങ്ങിപ്പോയി ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിൻവലിച്ചായിട്ട് കാണുന്നത്. ഞാൻ STPക്ക് പറയാണ്, STPക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മത്സരിക്കുക 140 സീറ്റിൽ ആകെ 10-15 അല്ലെങ്കിൽ 20 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നുള്ളൂ. 80 സീറ്റൊന്നും 10-15 20 സീറ്റുള്ളൂ. അത് ഈ മഞ്ചേശ്വരം മാത്രമേ ഉള്ളൂ ഇത്ര സങ്കീർണമായ സ്ഥലത്ത്. അപ്പോൾ അത് തെറ്റ് മനസ്സിലാക്കി തിരുത്തി. കാരണം അവിടെ ഇപ്പോൾ STPയുടെ പ്രശ്നം അവിടുത്തത് PDP മുസ്ലിം ലീഗിന് സപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയ അപകടമാണ്. എങ്ങനെയെന്നറിയോ? അത് അപകടം മാറ്റിയെടുക്കാം, പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അപകടമാണ്. ഇത് മറിയത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് തോമസാണ് മറിയത്തിൻ്റെ കുഞ്ഞിൻ്റെ പിതാവെന്ന് മറിയം പറഞ്ഞ വിലയില്ല, തോമസ് പറയണം. അതുപോലെ PDP നമ്മുടെ മുന്നിലുണ്ടെന്ന്, അല്ലെങ്കിൽ STP നമ്മുടെ മുന്നിലുണ്ടെന്ന് ആ മുന്നണി നയിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ഇന്ത്യ മുന്നണികൾ നയിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരണം. ഇതിൻ്റെ പാർട്ടി നമ്മുടെ മുന്നണിയിലാണ്. അതിനാണ് ജയപ്രകാശ് നാരായൺജി കോൺഗ്രസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ചേർത്തുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. മുന്നണിയല്ല, ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ മൊറാർജി ദേശായി ആദ്യത്തെ പ്രധാനമന്ത്രി കുറേ കാലം കൊണ്ട് പോയി. അന്ന് ജയപ്രകാശ് നാരായൺ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതിൽ ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. ഇതിൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തുണ്ടാവും. കോൺഗ്രസ് ഒഴിച്ച് എല്ലാവരും ഈ പ്രസ്ഥാനത്ത് ഉണ്ടെന്ന് അവിടെ ന്യൂനപക്ഷ വർഗീയതോ ഭൂരിപക്ഷ വർഗീയതോ മറ്റു വർഗീയതോ പ്രസക്തി ഉണ്ടോ? തന്നെയുമല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാംസ്കാരിക സംഘടന RSS ആണുള്ളത്. ഏറ്റവും ഫാസിസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ശക്തവും ഏറ്റവും ഫാസിസ്റ്റുമായ RSS ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ പിന്നെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എന്ത് പ്രസക്തി? അപ്പോൾ ന്യൂനപക്ഷ വർഗീയത അതിൽ അർത്ഥമില്ല. അതുപോലും ഇന്ന് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കാത്തതുകൊണ്ട് താളം നോക്കി തക്കം നോക്കി താളം നോക്കി അടൂർവാസി വരുമ്പോൾ അങ്ങനെ ചില മേഖല ചില കൂട്ടി അങ്ങനെ പോവാണ്. അതാണ് മണ്ടത്തരം. ഇന്നത്തെ കണ്ടീഷനിൽ PDPയുടെ കോൺഗ്രസ് ലീഗിൻ്റെ PDPയുടെ സപ്പോർട്ട് ലീഗിനെ ദൂഷിക്കുകയാണത്. ഉദാഹരണം പറഞ്ഞാൽ മന്ത്രിസഭയിൽ വലിയ കട്ടൗട്ട് വെച്ചു പെരുമ്പാർ പട്ടണത്തിൽ BP തങ്കച്ച് PDP പിന്തുണ കൊടുക്കുമെന്ന് ആ ഇലക്ഷനിൽ തങ്കച്ചാർ തൊട്ടുപോയി. കാരണം ഇന്നത്തെ കണ്ടീഷനിൽ PDP തമ്മിൽ ആൾക്കാർക്ക് സംശയം കാണുകയുള്ളൂ. ആ സംശയ രൂപയുടെ മാറണമെങ്കിൽ മാറ്റേണ്ട സമയമായി ഒരു സംശയമില്ല. കാരണം RSS ഇവിടെ ഭരിക്കുമ്പോൾ പിന്നെ വേറെ ന്യൂനപക്ഷ വർഗീയർക്ക് പ്രസക്തിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ജയപ്രകാശ് നാരായൺജി പറഞ്ഞ പോലെ 2 വാക്കുകൾ പറയണം, 2 പോയിന്റ് പറയണം. അക്ഷരങ്ങൾ ചേർന്നാൽ വാക്കുകളാവും, വാക്കുകൾ ചേർന്ന് വാചകമാവും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കുകൾക്ക് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. ഇതൊക്കെയല്ലേ ഇവിടെ ലോകരീതി, ഫിലോസഫി. അങ്ങനെ വരുമ്പോഴും ഇത് പറയേണ്ട സമയം അതിക്രമിച്ചിരുന്നു. എന്താണ് പറയേണ്ടത്? AICC പ്രസിഡന്റ് നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നിലയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സംയുക്തമായിട്ട് പ്രസ്താവന നടത്തണം. 10 ദിവസം. എന്താണ്? ഞങ്ങളുടെ ഈ മുന്നണിയിൽ BJP ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കളെ? കോൺഗ്രസിൻ്റെ ശിൽബന്ധികളെ, കോൺഗ്രസിൽ റാമുകൾ നിൽക്കുന്ന ശിൽബന്ധികളെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നത് എന്താണ് ഇന്ത്യയിലെ അവസ്ഥയെന്ന്? ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റ് സംഘടന RSS ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ ഇനി അവിടെ വർഗീയതയ്ക്ക് എന്തൊരു പ്രസക്തി? തന്നെയുമല്ല, ഇനി RSS കുറ്റം പറ്റുന്ന കാര്യമുള്ള രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ. അപ്പോൾ അത് താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ അവരായിട്ട് നീക്കമൊക്കെ ഉണ്ടാക്കുക, അതേ ഇതുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ന്യൂനപക്ഷ വർഗീയതക്കൊന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിനൊന്നും ഇന്ത്യയിൽ പ്രസക്തിയില്ല. കുറ്റം പറയാൻ പറ്റില്ല, അതിൻ്റെ പേരിൽ മാറ്റി നിർത്താനും പറ്റില്ല. കാരണം ഇത് വലിയ മാരണമാണ് RSS. അപ്പോൾ എന്താണ് ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്? ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ
അവരന്ന് ജയപ്രകാശ് നാരായണൻ്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതാണോ? അനുഭവമില്ലേ? അനുഭവം എന്നാണ് അനുഭവസ്ഥർ കഥ പറയുന്ന പറയും പോലെ അനുഭവമില്ല ഇത്. അദ്ദേഹം ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും താഴെ ഇറക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ജനതാ പാർട്ടി എന്ന്. ജനതാ ദളല്ല 75-ൽ. ആ ജനതാ പാർട്ടി ഉണ്ടാക്കി ഈ കോൺഗ്രസ് ഒഴിച്ച് RSSും BJP കമ്മ്യൂണിസ്റ്റും കല്ല് കരട് കാഞ്ഞിരം മുതൽ മുള്ളും ഇവിടെ മൂർഖം വരെയുള്ള സർവ്വ അണ്ടുകൊണ്ടും ചേർത്താണ് ആ ജനതാ പാർട്ടി ഉണ്ടാക്കി. അവർ ഭരിച്ചു വർഷങ്ങളോളം. ആ പ്രയോഗം എന്തേ രാഹുൽജി, എന്തേ പിന്നീട് ഖാർഗെജി നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കൾ മനസ്സിലാക്കുന്നത്, കനകോലൂര് മനസ്സിലാക്കുന്നത്. അപ്പോൾ കനകോലനും മറ്റാരും വന്നൊരു കോലൂണ് അവർക്കൊന്നും ഇവിടെ സംഘപരിവാർ വരുന്നല്ല. അവരൊക്കെ ഉള്ളിൽ സംഘനുഭാവികളാണ്. നീക്കൊക്കെ കാശ് കിട്ടുമ്പോൾ എന്തെങ്കിലും പോളിസി പറയും, അല്ല ഒരിതുമില്ല. ധാരണ ഉണ്ടായത് സംഘപരിവാർ. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കണ്ടീഷനിൽ കേരളത്തിൽ UDF ഇലക്ഷൻ നടക്കുന്ന സാധനമുണ്ട്. ഇലക്ഷൻ മുമ്പായിട്ട് ഇന്നയാൾ മുഖ്യമന്ത്രി ആക്കണം എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ആരായിരുന്നാലും ഇനി പിന്നെ എന്താണ് സുധാകരനായാലും മറ്റേ തിരുവല്ലക്കാരൻ KV അദ്ദേഹമാണെങ്കിലും സംഘാനുഭാവിയാണ്. മനഃശാസ്ത്രമാണ് ഇത് കൈകാര്യം. ഞങ്ങൾ കൈകാര്യം ചെയ്ത മനഃശാസ്ത്രവും ഫിലോസഫിയും സയൻസുമാണ്. മണ്ട ശിരോമണികൾ ഇതിന് എതിർക്കാൻ ഒരു ശക്തിയും ലോകത്ത് സാധിക്കില്ല. അത്ര കറക്റ്റാണ്, ആക്യുറേറ്റ് എന്ന് പറയും. മനഃശാസ്ത്രമാണ്, തെറ്റില്ല. ഫിലോസഫിയാണ്, തെറ്റില്ല. ശാസ്ത്രമാണ്, തെറ്റില്ല. ഇത് മൂന്ന് ഞങ്ങളുടെ. അങ്ങനെ സുധാകരനെ ഇപ്പോൾ പിന്നെ രമേശിന് വേണ്ടി വാദിച്ചുവെങ്കിൽ മറ്റേ തിരുവല്ലക്കാരും മന്ത്രിയുള്ള വെട്ടിവെച്ചിപ്പെട്ട് മന്ത്രിയല്ല മുൻ കോൺഗ്രസ് നേതാവ് പേരെ കിട്ടുമ്പോഴൊക്കെ അവർ പറഞ്ഞു പിന്നെ രമേശിനാകണമെന്ന്. അത് പറഞ്ഞെങ്കിൽ രാജ്യ നന്മയ്ക്കോ കോൺഗ്രസിനോ UDF നന്നാക്കാനില്ല, സംഘപരിവാറിന് അനുഭവമുള്ള. ഇത് ഞങ്ങളെ ഇങ്ങോട്ട് പഠിപ്പിക്കരുത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് മനുഷ്യ മനസ്സാണ് കൈയാൾ ഇങ്ങനെ പന്താടുന്ന ഈ ഉള്ളങ്കയിലിട്ട്. ഈവൻ മൊയ്തീൻ ഷാ പോലും, ചെറിയ ആൾ, വലിയ ആൾക്കാർ വേറെ കിടക്കാണ്. എങ്കിൽ ഞങ്ങൾ മനുഷ്യ മനസ്സ് ഇങ്ങനെ പന്താടിക്കൊണ്ടിരിക്കുന്നതാണ്. സുധാകരൻ്റെയും ഈ പറഞ്ഞ പേര് മനസ്സിൽ തിരുവല്ലക്കാരൻ ഒരു കോൺഗ്രസ് ക്രിസ്ത്യൻ നേതാവുണ്ടല്ലോ, ആ പുള്ളിയൊക്കെ മനസ്സ് UDF നന്നാക്കാനോ അല്ലെങ്കിൽ രമേശ് നന്നാക്കാനല്ല, സംഘപരിവാറിൻ്റെ അനുകൂലമായിട്ടാണ്. അതല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടി പറയേണ്ടത് ഇത് പറയണം. ഏത്? നമ്മളൊരു പ്രസ്ഥാനമല്ല, നമ്മൾ മുന്നണിയാണ്. UP ആണല്ലോ പണ്ട്, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ആ UP ഒരു കുഴപ്പമില്ല. എന്നിട്ട് അത് മാറ്റിയാണ് പുതിയൊരു പ്രസ്ഥാനം. ആ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാകണമെങ്കിൽ എത്ര നാൾ പിടിക്കും? അതും മണ്ടത്തിൽ കാണിച്ച് അങ്ങനെയൊക്കെ സീറ്റ് കളഞ്ഞ് പോയി BJP ഏകപക്ഷമായിട്ട് അധികാരത്തിക്കത്. അപ്പോൾ ഈ ഖാർഗെയും രാഹുൽ ഗാന്ധി പറയേണ്ടത് ഇതാണ്, ഞങ്ങളിത് ഒരു മുന്നണി ഉണ്ടാക്കി, ആ മുന്നണിയിൽ BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും വരാം, സ്വാഗതം ചെയ്യാം. BJPയുടെ കൂടെ നിൽക്കുന്ന മുന്നണി പാർട്ടികൾ ക്ഷണിക്കാം, വരാതിരിക്കുന്നത് അവരുടെ അവകാശം, ക്ഷണിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ഇതേവരെ രാഹുൽ ഗാന്ധി ഒരു വാക്ക് പറഞ്ഞോ? ഖാർഗെ പറഞ്ഞോ? ഖാർഗെ ഇന്നലെ ഇപ്പോൾ വയനാട്ടിൽ വന്നല്ലോ, ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് നാളായിട്ട് വരുന്നുണ്ടല്ലോ, ഇവരിന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് ബെനിഫിറ്റ് എന്തറിയോ? ആ ഇന്ത്യ മുന്നണിയിൽ ആരെയും ചേർക്കാം, EDPയും ചേർക്കാം, SDP ചേർക്കാം, പിന്നെ എന്താണ് മറ്റേ ഹൈദരാബാദുകാരനും ചേർക്കാം. ആരും ഒന്നും പറയില്ല, കാരണം അത് തീരുമാനമാണ്. ഒഫീഷ്യൽ ഇൻഫർമേഷൻ, ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗിക അറിയിപ്പും അതല്ല, ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറഞ്ഞ പിന്നെ ആരും അവർക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോഴത്തെ കൺട്രി BDP പോയി മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്താൽ അത് കൊടുത്ത് ദൂഷിച്ച് ചെയ്യും. അത് ഉദാഹരണം തങ്കച്ചി സപ്പോർട്ട് ചെയ്ത് അവസാനം തങ്കച്ച തോറ്റ ഇലക്ഷനിൽ പെരുമ്പോര് എൻ്റെ നാടാണല്ലോ. അത് മാറണമെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. ഇത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം, ഖാർഗെക്കാകണം, സുധാകരൻ വരെ പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടി. സുധാകരൻ മുഖ്യമന്ത്രി മാത്രമല്ല, കഴിവെങ്കിൽ പ്രധാനമന്ത്രി ആകണമെന്നുണ്ട്. കുഴിയിലേക്ക് പോകാറേ ഈമാരൊക്കെ തന്നെ നിൽക്കാൻ പറ്റില്ല, ആഗ്രഹങ്ങൾ വലുതാണ്. അപ്പോൾ എന്നല്ലോ ഈ ഞാൻ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഒക്കെ സംഘപരിവാറിന് അധികാരത്തിൽ കയറ്റാനുള്ള സാഹചര്യം ഒരുക്കി അവർ കയറിക്കഴിഞ്ഞു. 541 സീറ്റിലെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഈ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ വന്ന്
മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ പോയപ്പോഴും അവിടെ പച്ചക്കൊടിയും തൊപ്പിയും താടിയും ഒക്കെ വച്ച് കാണിച്ച് അത് 1,1000 ഇരട്ടായി വടക്കേ ഇന്ത്യയിലേക്ക് പബ്ലിഷ് ചെയ്ത് കൊച്ചു പാകിസ്ഥാൻ വരുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ മുസ്ലിം മാത്രമല്ല ഈ മുസ്ലിം അറിയുന്നില്ല. അവർ വോട്ട് മാർച്ച് 100ഓളം വോട്ടുകൾ കഴിഞ്ഞ മുമ്പിലത്തെ 2019, 2014 ഇലക്ഷൻ, 14, 19, 21 ഈ കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷനിൽ 100ഓളം സീറ്റുകൾ കോൺഗ്രസ് മുന്നണിക്ക് പോയി വടക്കേ ഇന്ത്യയിൽ. ഇത്ര അത്ര പോയില്ല. എന്തറിയോ, ഇതാണ് പച്ചക്കൊടി കാണിച്ചില്ല, ചിഹ്നം കാണിച്ചില്ല, തൊപ്പി ഒന്നും കാണിച്ചില്ല, ഏതോ ഒരു സാംസ്കാരിക മീറ്റിംഗ് പോലെ ആക്കി. അതാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. എടോ ഇതൊക്കെ എന്നാടോ ഇനി മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാർ? പ്രതിപക്ഷ പാർട്ടികളെ ചോദിക്കുന്നത്, കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട്, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോട് നിങ്ങൾ എന്നാ ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നു? എല്ലാം കഴിഞ്ഞ അവസ്ഥ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ച് ഒരു വലിയ ഒരു വംശഹത്യയൊക്കെ നടന്ന് ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം തെളിയും, അല്ലെങ്കിൽ ഇന്ത്യ നശിച്ച ശേഷം നിങ്ങൾ ബോധം തെളിയും. അപ്പോൾ തെളിഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? കോടതിക്കകത്ത് വെച്ച് നിയമം തെളിയണം. കോടതി പിരിഞ്ഞതിന് ശേഷം നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കേസ് വാദിച്ചു വെക്കാൻ നമുക്ക് ലോ പോയിന്റ് വന്നില്ല. അതിന് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ഭാര്യ മുറുക്കാൻ തേച്ച് തന്നപ്പോൾ തിന്നപ്പോൾ അല്ലടെ ഇങ്ങനെ പറയാതിരുന്നു വിചാരിച്ചു. വലിയ കാര്യമുണ്ടോ? ജഡ്ജി വിധി പറഞ്ഞ് പോയി കഴിഞ്ഞല്ലേ? അതുപോലെ ഈ മണ്ടന്മാരെ ഈ രാഹുൽ ഗാന്ധി, ഈ ഗാർഗയൊക്കെ ഇപ്പോഴും ചിന്തിച്ചില്ല അതിനെക്കുറിച്ച്. നിങ്ങളെ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ രീതിയിൽ സംഘപരിവാറിനെ അല്ലെങ്കിൽ BJP ഗവൺമെൻറ് താഴെ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ മരമണ്ടന്മാരെന്ന് വിളിക്കും. മണ്ടന്മാർ അതാണ്. നിങ്ങൾക്ക് സാധിക്കും ഒറ്റക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അവർ ആസാക്കാരെ പറ്റില്ല, ഹൈദരാബാദിനെ പറ്റില്ല, ഇവിടെ BDP പറ്റില്ല, SDP പറ്റില്ല. ഇവിടെ ചാങ്കൂരോട് നിങ്ങൾ SDP മുന്നണി ചേർത്തിട്ട് അവർ സീറ്റ് പിടിക്കാക്കണം. നിങ്ങൾ അന്തസ്സുണ്ടോ? നിങ്ങളുടെ അന്തസ്സ് പോലെ ദേശീയ ലെവലിൽ പ്രഖ്യാപിക്കണം. എന്താണ് ദേശീയ ലെവലിൽ പ്രഖ്യാപിക്കേണ്ടത്? ഈ BJP ഭാരതീയ ജനതാ പാർട്ടി വെച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതിൽ അംഗമാകാം അല്ലെങ്കിൽ ചേരാം. അവിടെ ഒരു ന്യൂനതയില്ല, ഒരു ഐബ് എന്ന അറബി ന്യൂനത എന്ന് പറയും, ഒരു അയോഗ്യതയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ശേഷം BDP വരട്ടെ, അത് വിലയുണ്ടാവില്ല, ആരും ഇതൊന്നും പറയില്ല. അല്ലാതെ BDP പോലെ തീവ്രവാദ പാർട്ടികൾ ഐക്യമുന്നണിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദൂഷ്യം ചെയ്യാണ്. ഇത് ഏത് ആൾക്കൂടെ ആരാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഞങ്ങളിപ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കിയ ഈ രഹസ്യമൊന്നും ഈ അടിസ്ഥാന തത്വങ്ങളൊന്നും കോൺഗ്രസിൻ്റെ ബുദ്ധിരാക്ഷസന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നാശമെന്നാണ്. ഇപ്പോൾ ഇലക്ഷനിൽ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം അപകടം, എന്തുമാത്രം അട്ടിമറി നടക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ്റെ നാമജപാൽ തള്ളിയിട്ട് അവസാനം ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ട് അവർ എന്താ കേസ് നിങ്ങൾ പുറത്ത് കോടതി പോയിക്കോ. എവിടെ എത്ര വർഷം? ഇനിയൊരു 3 ഇലക്ഷൻ കഴിഞ്ഞാൽ തീരുമാനമാവില്ല. പേരും പഴയ മൂവാറ്റുപുഴ പാർലമെന്റിൽ ഇസ്മായിൽ CPD ഇസ്മായിലും എൻ്റെ നേതാവ് PC തോമസ് തമ്മിലൊരു കേസ് നടത്തി. വർഷം എത്രയാണോ ഇപ്പോഴും വിധിയായിട്ടില്ല നിൽക്കണം. 4 ഇലക്ഷൻ ശേഷം കഴിഞ്ഞ് കോടതി ഭാഗമോ അത് ജയിച്ചാലും ജയിച്ചില്ല, ആ പ്രശ്നം തീർന്നു. അത് തന്നെയല്ല BJPയുടെ പാർട്ടിയുടെ ഔദ്യോഗിക സീലായി താമരച്ചിട്ടാണ് സീല് ഇലക്ഷൻ കമ്മീഷനിൽ വെച്ച് കൊടുത്തത്. അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ കൽക്കട്ടയിലെ തൃണമൂൽ കോൺഗ്രസ് MP കൂടെ പേരിൽ കേരളത്തെ പോലീസിലെ കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തു. വർഗീയ സംഘർഷം സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവർ സഭാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണോ ഇപ്പോൾ ഉണ്ടായി പോലീസെ? ഈ രാഹുൽ ഗാന്ധിക്കും അതിനെ നടക്കുന്ന സതീഷ് പോലും മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിൻ്റെ അടിയൊഴുക്ക്, ഇന്ത്യയുടെ അടിയൊഴുക്ക്. നീ കോൺഗ്രസ് രാമണിക്കുന്ന കാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരുടെ കാക്കന്മാരൊന്നും ചിന്തിക്കില്ല. അവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എന്നിലില്ല ഹിന്ദു രക്തം, എന്നിലില്ല ക്രിസ്ത്യൻ രക്തം, എന്നിലില്ല മുസ്ലിം രക്തം. ഇപ്പം എന്ത് രക്തമുള്ള? എന്നിലുള്ള മാനവ രക്തം. ഓ, നല്ല പോളിസിയാണ്, നല്ല മുദ്രാവാക്യമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നിട്ട് 9% നായർക്ക് ഡെപ്യൂട്ടി സ്പീക്കറിൽ 11 സ്ഥാനം കൊടുത്തല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലെന്ന്. ജാതി മതം ഇല്ലെങ്കിൽ പണ്ട് അപ്പം ചുട്ട് തള്ളേ അപ്പം ചെറുതായിപ്പോയി. അത് കണ്ണ് അറിയാത്തോണ്ടാണ്. അപ്പോൾ കളിച്ച് തള്ളേ അങ്ങനെ കുറച്ച് വലുതായിക്കൂടെ? കണ്ണറിയാൻ പാ തള്ളേ പാടുമ്പോൾ കുറച്ച് വലുതായിക്കൂടെ, ചെറുതാക്കുമ്പോൾ നമുക്കറിയാലോ. അതുപോലെ ജാതി മതവും ഇല്ലാത്തവരുടെ LDFന് 9% നായർ വിഭാഗത്തിൽ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കറിൽ 11 മന്ത്രി ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ലേ? എവിടെ വായു ഒളിച്ചിരുന്നു? എവിടെ ഈ വെള്ളാപ്പള്ളിക്ക് വായു ഒളിച്ചത്? എവിടെ പിണറായി വായു ഒളിച്ചിരുന്നു?
ഇതൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കണതൊക്കെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചോദിക്കണ്ടേ അവിടെ അപാകത ഉണ്ടെന്ന്? അതേപോലെ 10% വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ 40-50 സീറ്റ്, 9% നായർ സമുദായം 50 സീറ്റ്, 40% വരുന്ന മുസ്ലിങ്ങൾക്ക് 35 സീറ്റ്. ദളിതിന് വേണ്ട ജനസംഖ്യ സംവിധാനമുണ്ട്, 12% 10 10 12 14 17 സീറ്റുണ്ട്. അവർ കിട്ടുന്നുണ്ട്, കുഴപ്പം. ജോലിക്കും കിട്ടും, അവർ റിസർവേഷൻ 50 ഉണ്ടാക്കിക്കൊണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിനോ മറ്റു സമുദായം ഇതൊക്കെ പോട്ടെ, ഈ ആശാരി മൂശാരി വർഗം 10-20% ഉണ്ടെല്ലാം കൂടി. അത് 4% ഈ ദളിത് 70 കഴിഞ്ഞ് ബാക്കി എല്ലാം ചെയ്ത് 40% ഉണ്ട് ദളിതൊക്കെ ചേർത്ത്. അതെല്ലാം തിന്നാൽ സംഘടിത ശക്തിയാണെങ്കിൽ വലിയ ഇതാണ്. അവർ സംഘടിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരൊക്കെ സംഘടിപ്പിക്കില്ല, തകർത്തുകളെയും. ഇതൊക്കെയാണ് കാര്യത്തിന് പോകുക. ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾക്കോ കേരളത്തിലെ UDF നേതാക്കൾക്കോ എന്താണ് യാഥാർത്ഥ്യം, ഏതാണ് വിച്ച് ഇസ് ദ ട്രൂത്ത് എന്ന് പറയുന്നത്, ഏതാണ് യാഥാർത്ഥ്യം, എന്താണ് യാഥാർത്ഥ്യം, ഏതാണ് എന്ന് മനസ്സിലാകുന്നില്ല. സതീഷിന് മനസ്സിലാകുന്നില്ല. രമേശിനൊക്കെ എന്തിനു പറയുന്നു? രമേശിന് ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഈ പോയിന്റ് വായിക്കാൻ ആ നായരുടെ അടുത്ത് പോവോ? നായരുടെ ആകെ 9% അതിൽ 3-1 NSS ഉള്ളൂ. ആ 3-1 NSS 3-1 സുകുമാരൻ നായരേ ഉള്ളൂ. അപ്പോൾ ഇത് 1:9. 9 നായരുണ്ടെങ്കിൽ ഒരു നായരാണ് സുകുമാരൻ നായർ കൂടെ ഉള്ളൂ. ആ നായരെ റെക്കമെൻഡ് ചെയ്യിച്ചാൽ അത് ഒറ്റ കാരണമല്ലേ രമേശ് ഇങ്ങനെ ഔട്ടാൻ കാരണം. സതീഷ് അതിൽ വീണില്ല. സതീഷ് അക്കാര്യത്തിലും മിടുക്കലാണ്. സുധാകരൻ മണ്ടനാണ്. കാരണം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ കേടും. അല്ലെങ്കിൽ ഇപ്പം എന്താ വേണ്ടേ? പുള്ളിക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ പിണ്ടായിരുന്നിട്ട് രാഹുൽ ഗാന്ധി കണ്ട് അല്ലെങ്കിൽ ഗാഗെ കണ്ടിട്ട് പറഞ്ഞാൽ പോരെ, ഞാനിപ്പോൾ ഒന്നും പറയാൻ സീറ്റും വേണ്ട, പക്ഷെ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ എന്നെ മാന്യമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചപ്പോൾ ആരെങ്കിലും അറിയുമായിരുന്നോ? EMS എൻ്റെ ഭരണകാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ വേണ്ടി വാക്ക് കൊടുത്തു കഴിഞ്ഞ് ജയിച്ചൊക്കെ വന്ന് ജില്ലാ രൂപീകരണം വന്ന് EMS താഴ്ത്തിട്ട് അന്ന് ബാബിത്തങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡ്, ആ ടേപ്പ് റെക്കോർഡിൽ അന്ന് പറഞ്ഞ കാര്യമൊക്കെ ടേപ്പ് പോയി, അറിയാതെ ടേപ്പ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇത് കാണിക്കേണ്ടത് EMS എടുത്ത്, എന്നിട്ടാണ് EMS ഒപ്പിട്ട് കൊടുത്തത്. ഇതൊക്കെ പുണ്യാളന്മാരെ കഥയെ പറഞ്ഞത്. അപ്പോൾ ഇത് കടലാസ് എഴുതി സുധാകരൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചപ്പോരെ ആഭ്യന്തരം അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രി. പിന്നെ 6 മാസം ജയിച്ചെടുത്താമല്ലോ. അതിപ്പോൾ അതിൻ്റെ പുള്ളിക്ക് ബോധ്യമുള്ള ഒരാൾ കണ്ണൂർ വയ്ക്കുകയും ചെയ്യണം. ഇതൊക്കെയുള്ളൂ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞത്, പ്രായോഗികം എന്ന് പറഞ്ഞത്. ഒരു കുഞ്ഞറിയോ? ഇത് വെറുതെ നശിപ്പിച്ചു കളഞ്ഞത്, നാറ്റിക്കളഞ്ഞില്ലേ. നാറുകയും ചെയ്തത്, നാറ്റിക്കുകയും ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ സ്വയം നാറാനും പാടില്ല, ഞാൻ മറ്റാൾ നാറ്റിക്കാനും പാടില്ല. ഇതാണോ ഫിലോസഫി? ഇത് സുധാകരൻ സ്വയം നാറി പാർട്ടി നാറ്റിക്കളഞ്ഞു. ഇപ്പോഴും 71 സീറ്റ് കിട്ടി ഭരണം ഉണ്ടാക്കാനല്ല. രമേശ് മുഖ്യമന്ത്രി ആക്കുന്നത് 2 കള്ളന്മാർ, കഴിവരെ മകളെന്താ പറയേണ്ടത്? അത് ഞാൻ പറയുന്നില്ല, എൻ്റെ സംസ്കാരത്തെ പറ്റൂലതിലും. ഇപ്പം അതാണോ പറയേണ്ടത്? ഇപ്പോൾ സതീഷ് മുഖ്യമന്ത്രി ആക്കണോ അല്ലെങ്കിൽ മറ്റുള്ള മുഖ്യമന്ത്രി ആക്കണോ ആണോ ഇപ്പോൾ പറയേണ്ടത്? ഇപ്പം എങ്ങനെ 71 സീറ്റ് എടുക്കാമെന്നല്ലേ? അതല്ലൂടെ ബുദ്ധി. അതുപോലും ചിന്തിക്കാൻ കഴിയില്ലാത്ത വക്രബുദ്ധിയുള്ള ദുഷ്ടന്മാരായ പകുതി ഉള്ളുകൊണ്ട് 6 സംഘ അനുഭാവിയായ ഈ പിന്നെ ബിജെകുര്യനും ഈ പിന്നീട് ഇത് സുധാകരനും കൊണ്ടൊക്കെ എങ്ങനെ UDF ജയിക്കുമെന്നൊക്കെ പറഞ്ഞത് കള്ളത്തരാണ്. മനസ്സിൽ കള്ളത്തെ മാത്രമേ എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള ഈ ബിജെകുര്യനൊക്കെ ഈ ആനുകൂല്യം. കാരണം ഞാൻ 10 പേര് ക്രിസ്ത്യൻ സമുദായത്തിൽ ഉള്ളതിൽ 6 പേര് കേരള കോടതി, ഒന്നും ബിജെകുര്യൻ അസംബ്ലിയുടെ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. സർവ്വസമയം അധികം 90% സമയം കൊടുത്ത് BJPക്ക് കൊടുത്തത്. പരസ്യ രഹസ്യമല്ലേ? സോണിയാഗാന്ധി വെച്ച ആളല്ലേ? എന്നിട്ട് അവരൊക്കെയാണ് ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന് അവരൊക്കെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. BJPക്ക് സപ്പോർട്ട് ചെയ്ത് LDF വേണമെന്ന അനുഭവം കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞത്. ഇനി UDFിൻ്റെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ ഈ മുസ്ലിം സമുദായം എന്താ പറയുക, അധികാരത്തിൽ കയറ്റാൻ പണിയുണ്ട്. എന്തൊക്കെ വന്നാലും എടുത്തിട്ട് ഗ്യാരണ്ടി കൊടുക്കണം. ആ സമയത്ത് പിന്നെ പള്ളിയും പട്ടിയും പ്രമാണം വെച്ച് വരുന്നതുകൊണ്ട് അങ്ങനെ അവിടെ ചോദിക്കട്ടെ എന്നാൽ ഈ സുധാകരനോ അല്ലെങ്കിൽ സതീഷോ ഇട്ടാണല്ലോ മുട്ടുകാല് പിടിക്കും. ശക്തമാണ് ആ വിഷയത്തിൽ. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അതുപോലെ കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണ്. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായും നന്ദി ചെയ്യുന്നു.